الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നാം ഒരുമിച്ച് കൂടി ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയം അല്ലാഹു സാലിഹായ ഒരു അമലായി നമ്മൾ സ്വീകരിക്കട്ടെ. ലോകത്ത് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമായ ദിവസമാണ് യൗമുൽ ജുമുഅ. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്ന യൗമുൽ അറഫ, അത് ലോകത്ത് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും പവിത്രമായ ഒരു ദിനമാണ്. യൗമുൽ അറഫയാകുന്ന വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ ദിവസം, അത് രണ്ടും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ പഞ്ചാരമലയിൽ തേന്മഴ പെയ്തു എന്ന് കേൾക്കാറുണ്ടല്ലോ, അതുപോലെയുള്ള ഒരവസ്ഥയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ജീവിതത്തിൽ വളരെ അപൂർവമായി വീണ് കിട്ടുന്ന ഒരു സുവർണാവസരം. വെള്ളിയാഴ്ച തന്നെ പൊതുവെ ഇബാദത്തുകൾക്ക് കൂലി കൂടുതലാണ്. ദുആക്ക് ഇജാബത്ത് വളരെ അധികമുള്ള അവസരമാണ്. യൗമുൽ അറഫയുടെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം. യൗമുൽ അറഫ ഒരു മനുഷ്യന്റെ 2 വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതായ, അഡ്വാൻസായിട്ടും മുഖദ്ദിമായിട്ട് ഒരു വർഷവും കഴിഞ്ഞു പോയൊരു വർഷവും 2 വർഷത്തെ ഒരുമിച്ച് കൂടി ദോഷങ്ങൾക്ക് പൊറുക്കപ്പെടുന്നതായ ഒരു ദിനം. യൗമുൽ അറഫയുടെ ഈ ദിവസം ഹജ്ജാജികളാകുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന ഹജ്ജാജികൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ആ മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ആ വിളിക്ക് ഉത്തരം നൽകി അള്ളാഹുവിന്റെ അതിഥികളായി പരിശുദ്ധമായ അറഫാ ഭൂമിയിൽ ഒരുമിച്ചുകൂടി അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിക്കുന്ന, അവിടെ കറുത്തവനെന്ന വ്യത്യാസമില്ല, വെളുത്തവനെന്ന വ്യത്യാസമില്ല, അറബിയോ അനറബിയോ എന്ന ആ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും റബ്ബിന്റെ അടിമകൾ. ഒരേ വസ്ത്രം. ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ ധരിക്കുന്നത് കേവലം ഒരു തുണിയും ഒരു 3 വസ്ത്രമാണെങ്കിൽ, അതുപോലെ കേവലം അതിനോട് സാമ്യപ്പെടുത്തുന്ന നിലക്ക് 2 വസ്ത്രം, ഒരു തുണിയും അതിനെ പുതക്കുവാനുള്ള ഒരു തട്ടവും. അങ്ങനെ 2 വസ്ത്രം മരിച്ചു പോകുമ്പോൾ മനുഷ്യൻ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുണ്ടാകുന്ന ആ വസ്ത്രവിധാരണത്തിന്, ആ വസ്ത്രധാരണക്ക് സമാനമായ ഒരു വസ്ത്രധാരണയാണ്. അവിടെ ആർക്കും യാതൊരുവിധ വലിയ സമ്പന്നനാണ് എന്ന് വിചാരിച്ച് വലിയ വസ്ത്രങ്ങൾ ധരിക്കുവാനോ ഒന്നും അവിടെ അർഹതയില്ല, അവകാശമില്ല. എല്ലാവർക്കും ഒരേ വസ്ത്രം, എല്ലാവരും ഒരേ റബ്ബിന്റെ സൃഷ്ടികളാണ്, അടിമകളാണെന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു ലോക സമ്മേളനം, ലോക വിളംബരം, എല്ലാവരും ഒരേ സഹോദരന്മാരാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇതുപോലുള്ളൊരു വിളംബരം ലോകത്ത് ഒരു മതത്തിനുമില്ല, ഒരു സമൂഹത്തിനുമില്ല, ഒരു സമുദായത്തിനുമില്ല. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു കാഴ്ചയാണിത്. ഇന്നേ ദിവസം ഇബ്ലീസുൽ ലഈൻ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദിനമാണ്. അവന്റെ എല്ലാ അടവുകളും പയറ്റി എല്ലാ നിലക്കും സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവനെ വഴിപിഴപ്പിച്ച് തെറ്റിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയി കാലാകാലം നരകത്തിന്റെ അവകാശികളാക്കി മാറ്റാൻ വേണ്ടി കിണഞ്ഞു ശ്രമിക്കുന്ന ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളൊക്കെ പാളിപ്പോയി. ഇവരുടെ ഒക്കെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്ത് ഇവരെയൊക്കെ അള്ളാഹു തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമല്ലോ എന്ന ആ വേവലാതിയിൽ മാ റുഇയ ശൈത്താന യൗമൻ ഹുവ ഫീഹി അസ്ഗർ വലാ അദ്ഹർ വലാ അഹ്കർ വലാ അഗ്യദ് മിൻഹു ഫീ യൗമി അറഫ. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മുവത്തയിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
മാ റുഇയ ശൈത്വാന യൗമൻ ഹുവ ഫീഹി അസ്ഗറു വലാ അദ്ഗർ വലാ അഹ്കറു വലാ അഗ്യദു മിൻഹു ഫീ യൗമി അറഫ. പിശാച് ഇതുപോലുള്ള ദിവസം പിശാചിന് വരാനില്ല. അവൻ വളരെ നിന്ദ്യനും നിസാരനുമായിത്തീരുന്നു, വളരെയധികം പരാജയപ്പെട്ടവനായിത്തീരുന്നതായ ദിനം യൗമ അറഫ പോലെ ഒരു ദിവസവും ഇല്ല. വമാ ദാലിക ഇല്ലാ ലിമാ റആ മിൻ തനസ്സുലിൽ മലായിക മിൻ തനസ്സുലിർ റഹ്മ വ തജാവുസില്ലാഹി അനിദ് ദുനൂബ്. അതെന്ത് കാരണത്താലാണ്? അല്ലാഹുവിന്റെ അതിമഹത്തായ റഹ്മത്തുകൾ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദോഷികളായ ആളുകളുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുത്ത് എല്ലാവരെയും നരകത്തിൽ നിന്നും മുക്തി നൽകി സ്വർഗത്തിലേക്ക് കടത്തുന്ന ഒരവസ്ഥയിലേക്ക് ഈ കടത്തിക്കൊണ്ടിരിക്കുന്നതായ ഈ സന്ദർഭം, പരിശുദ്ധമായ ആ യൗമ അറഫയുടെ ദിനം ഇബ്ലീസ് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ തലയിൽ മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് ഇവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുത്തല്ലോ എന്ന് ഞാൻ പരാജയപ്പെട്ടല്ലോ എന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു ദിനം യൗമ അറഫയെ പോലെയുള്ള ഒരു ദിനം ഇല്ല എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യഅതികില്ലാഹു ഫീഹി അബദൻ മിനന്നാർ മിൻ യൗമി അറഫ. അറഫ ദിനത്തോളം നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്ന ഒരു ദിനവുമില്ല. വഇന്നഹു ലയദ്നു, റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് വളരെയധികം അടുക്കുന്നു. അവന്റെ ആ റഹ്മത്ത് കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട് മനുഷ്യരിലേക്ക് അല്ലാഹു അടുക്കുകയാണ്. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് അവന്റെ മലായികത്തുൽ കിറാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല ആ മലായികത്തുൽ കിറാമിനോട് ഈ മുഅ്മിനീങ്ങളായ ആളുകളെക്കുറിച്ച്, അവരുടെ ആ അവസ്ഥയെക്കുറിച്ച് വളരെ സന്തോഷപൂർവമായ ഒരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വിളംബരം ചെയ്യുന്നു. ഇതുപോലുള്ളൊരു ദിനം ഇന്നഹു യദുല യുബാഹി ബിഹിമുൽ മലായിക ഫയഖൂലു മാ അറാദ ഹഉലാ, എന്താണ് ഈ കൂട്ടർ ഉദ്ദേശിക്കുന്നത്, ഈ വിഭാഗം ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ആരുടെ അടുക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടുമെന്നുള്ള നിലക്കുള്ള ചോദ്യമല്ല. മാ അറാദ ഹഉലാഇ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നത്, ഐ മാ അറാദു ഇല്ല ബത്തിഗാ അമർലാത്തി വംതിസാല അംദി വറജാ റഹ്മതി വരിളവാനി. ഇതാണ് അല്ലാഹു തന്നെ അതിന് ഉത്തരം. അല്ലാഹു തആല ആരുടെയും അടുക്കിൽ നിന്നും അതിന് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല. യഥാർത്ഥത്തിൽ അല്ലാഹുവിന് തന്നെ അറിയാം അവർ വന്നിരിക്കുന്നത് എന്തിനാണ്. ഈ കൂട്ടരൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മാ അറാദു ഇല്ല ബത്തിഗാ അമർലാത്തി, എന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെയും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് അല്ലാഹുവിന് തന്നെ അറിയാം. അതുപോലെ തന്നെ ഓംതിസാല അംദി, എന്റെ കൽപ്പനക്ക് ഉത്തരം നൽകിക്കൊണ്ടും എന്റെ റഹ്മത്തിനെയും എന്റെ പൊരുത്തത്തെയും കാംക്ഷിച്ചുകൊണ്ടും മാത്രമാണ് ഈ ആളുകളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് അള്ളാഹുവിന് തന്നെ അറിയാം. എന്നിട്ടും അല്ലാഹു തആല മലായികത്തുൽ കിറാമിനോട് ഇവരെക്കുറിച്ചുള്ള മുഅ്മിനീങ്ങളായ ആളുകളുടെ ആ മഹത്തായ അവസ്ഥ വിളംബരം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ റുഇയ ശൈത്വാന യൗമൻ ഹുവ ഫീഹി അസ്ഗർ വലാ അഹ്കർ വലാ അദ്ഹർ വലാ അഗ്യദ മിൻഹു ഫീ യൗമി അറഫ വമാ ദാക ഇല്ലാ ലിമാ റആ മിൻ തനസ്സുലിർ റഹ്മത്തി വ തജാവുസില്ലാഹി അൻ ദുനൂബിൽ ഇളാം ഇല്ലാ മാ റആ യൗമ ബദർ. പിന്നെ ഒരു ദിനത്തിൽ ഇബ്ലീസ് ലഈന് അവൻ ദുഃഖിക്കുകയും അവൻ വാവിട്ട് കരയുകയും ചെയ്ത ദിവസം അത് യൗമ ബദറിന്റെന്നായിരുന്നു. വമാ റആ യൗമ ബദറിൻ യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിച്ചു, എന്താ യൗമ ബദറിന്റെന്ന് ഇബ്ലീസ് ഇങ്ങനെ വാവിട്ട് കരയാനുള്ള കാരണം? അവിടുന്ന് പറഞ്ഞു, അമാ ഇന്നഹു റആ ജിബ്രീല യസ്ഉൽ മലായിക, മലായികത്തുൽ കിറാം 5000-ൽ പരം വരുന്ന മലായികത്തുൽ കിറാമിന്റെ നേതൃത്വത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മലായികത്തുൽ കിറാമിനെ നിയന്ത്രിക്കുന്നത്, അണിനിരത്തുന്നത് കാണുന്നതായ സമയത്താണ് മറ്റൊരു ദിനത്തിൽ ഇബ്ലീസുൽ ലഈന് വാവിട്ട് കരഞ്ഞിരുന്നത്. അതുപോലുള്ള ദിവസമാണ് യൗമുൽ അറഫ. മാ മിൻ യൗമിൻ അഫ്ളല ഇൻദല്ലാഹി മിൻ യൗമി അറഫ, അല്ലാഹുവിന്റെ അടുക്കൽ അറഫ ദിവസത്തോളം പുണ്യമായ ഒരു ദിനവുമില്ല. യൻസിലുല്ലാഹു തബാറക വ തആല ഇലസ് സമാഇദ് ദുനിയാ, ഒന്നാം ആകാശത്തേക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു തിരുനോട്ടം ഉണ്ട്. ഹിബാഹി ബി അഹ്ലിൽ അർദി അഹ്ലസ് സമാ യഖൂലു ഉൻദുറു ഇലാ ഇബാദി
ജാഊനി ശഅസൻ ഗാബിറൻ ലാഹീന ജാഊ മിൻ കുല്ലി ഫജ്ജിൻ അമീകിൻ യർജൂന റഹ്മതി വലം യറൗ അദാബി ഫലം യറ യൗമുൻ അക്സറ ഇത്കം മിനൻ നാരി മിൻ യൗമി അറഫത. അല്ലാഹു തആല മലായികത്തുകളോട് ഈ മുഅ്മിനീങ്ങളായ ആളുകളുടെ ആ പ്രാധാന്യം വിളിച്ച് വിളംബരം ചെയ്തുകൊണ്ട് പറയും, ഇവരൊക്കെയും എന്റെ റഹ്മത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുന്ന ആളുകളാണ്. ഇവരൊന്നും എന്റെ അദാബ് കണ്ടവരല്ല, ഇവരുടെ പിന്നെ നരകത്തെ അവർ കണ്ടവരല്ല. ഫലം യുറ യൗമുൻ അക്സറ ഇത്കം മിനൻ നാരി മിൻ യൗമി അറഫ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൗമു അറഫയേക്കാൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിനവും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, വഖഫൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അറഫാത്ത്. അറഫയുടെ ആ പുണ്യമായ മരുഭൂമിയിൽ ആ മൈതാനിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, വഖദ് കാദത്തി ശംസു അൻ തസൂബ. സൂര്യൻ അസ്തമിക്കാൻ അടുത്തിരുന്ന സന്ദർഭം. ഫഖാല യാ ബിലാൽ, ബിലാലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻസിത് ലിയന്നാസ്, ആളുകൾ ദിക്റിലും ദുആയിലും ഒഴുകിയിരിക്കുകയാണ്. ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷം. ആളുകളോട് സ്വൽപ്പമൊന്ന് മിണ്ടാതിരിക്കുവാൻ പറയൂ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖാമ ബിലാൽ ഫഖാല അൻസിതു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅൻസത അന്നാസ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആളുകളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തോ പറയാനുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് തൽക്കാലം ഒന്ന് മിണ്ടാതിരിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ഓ ജനങ്ങളെ, അതാനി ജിബ്രീലു, എന്റെ അടുക്കൽ ഇതായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ആനിഫ, ഇപ്പോൾ ഫഅഖറാനി മിൻ റബ്ബിയസ്സലാം, എന്നോട് സലാം പറഞ്ഞു. ഫഖാല ഇന്നല്ലാഹ അസ്സ വജല്ല ഗഫറ ലിഅഹ്ലി അറഫാത്ത്, അറഫാത്തിൽ ഒരുമിച്ച് കൂടിയതായ സർവ്വജനങ്ങൾക്കും അല്ലാഹു തആല പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന വിഷയം എന്നെ അറിയിച്ചിട്ടുണ്ട്. വാഹിലുൽ മഹ്ശറിൽ ഹറാം, പരിശുദ്ധമായ മുസ്ദലിഫ എന്ന ആ പ്രദേശത്ത് ഒരുമിച്ച് കൂടുന്ന ആളുകളുടെയും എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. വളമിന അൻഹുമുത് തബിആത്ത്, അതോടൊപ്പം തന്നെ അവരുടെ മാനസികമായ ബാധ്യതകൾ അതൊക്കെ അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു തആല അവരുടെ കടപടപാടുകളാണെങ്കിലും ഹക്കിടപാടുകളാണെങ്കിലും അതിനാണ് തബിആത്ത് എന്ന് പറയുന്നത്. അതിന് അല്ലാഹു തആല ജാമ്യം നിന്നിരിക്കുന്നു. അഥവാ അത് വീട്ടുവാനുള്ള കഴിവ്, അത് വീട്ടുവാനുള്ള പവർ, അതിനുള്ള സാമ്പത്തികമായ ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ് എന്നാണ് ഇതിന്റെ വീക്ഷ. എന്ന് വിചാരിച്ച് കൊടുക്കാനുള്ള ആളുകൾ കൊടുക്കാതിരിക്കണം എന്നുള്ളതിനുള്ള ഒരു വിഷയമല്ല അത്. അതേ സമയത്ത് സാമ്പത്തിക ബാധ്യതയുള്ള ആളുകളുടെ തെറ്റുകൾ ഒരിക്കലും അത് കൊടുത്തു വീട്ടാതെ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. പിന്നെ അല്ലാഹു തആല വളമിനഹും, അല്ലാഹു അവർക്ക് ജാമ്യം നിന്നിരിക്കുന്നു എന്നതിന്റെ അർത്ഥം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ആ തബിആത്ത് അഥവാ ആളുകളുടെ ആ ബാധ്യതകൾ അത് വീട്ടുവാനുള്ള അവർക്ക് വീട്ടുവാനുള്ള ഒരു തൗഫീക്ക് അല്ലാഹു തആല അവർക്ക് നൽകുന്നതാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ അവർ വന്നതായ വയൂഫുകൾ അല്ലാഹുവിന്റെ അതിഥികളാണ്. ആ അല്ലാഹുവിന്റെ അതിഥികളെ ആദരിക്കുക എന്നുള്ളത് അർഹമുർ-റഹീമായ അല്ലാഹുവിന് കടമയാണ്. അല്ലാഹു അത് സ്വന്തം കടമയായി ഏറ്റെടുത്ത വിഷയമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സാമ്പത്തിക ബാധ്യതയുള്ള ആളുകൾ അവരുടെ ആ ബാധ്യത പോലും അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹജ്ജ്, അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു കഴിഞ്ഞാൽ കയൗമ വലദതുഹു ഉമ്മുഹു, ഒരു മാതാവ് ഇപ്പോൾ അവൻ പ്രസവിച്ചതായ അവസ്ഥ, ശിശുവായ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് അവൻ മടങ്ങി വരികയാണ്. അവന്റെ സർവ്വ തിന്മകളും അല്ലാഹു തആല പുറത്തു കൊടുത്തുകൊണ്ടുള്ള
ഒരവസ്ഥയിലേക്ക്. ഒരു പൂർണ്ണമായ നിലക്കുള്ള ഒരു ഹജ്ജ് ഒരാളെ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആഖിറം മാത്രമല്ല ദുന്യവിയായ സൗകര്യങ്ങളും കൂടി അല്ലാഹു തആല അവന് കൂടുതലായി കൊടുക്കും. അതും നമുക്ക് കാണാൻ കഴിയും. ഒരു ഹജ്ജ് സ്വീകരിച്ചു എന്നതിന്റെ തെളിവ് തന്നെ ആ ഹജ്ജിന്റെ മുമ്പുള്ള അവസ്ഥയും അതിന് ശേഷമുള്ള അവസ്ഥയും തുലനം ചെയ്യുമ്പോൾ ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ പഴയതുപോലെയുള്ള യാതൊരുവിധ വേണ്ടാവൃത്തികളിലും അവൻ ഏർപ്പെടുന്നില്ല. പൂർണ്ണ സമയം റബ്ബിന്റെ ഇബാദത്തിലും അതുപോലെ തന്നെ ആളുകളോടുള്ള നല്ല സഹവാസത്തിലും നല്ല സ്വഭാവത്തിലുമായി ജീവിക്കുകയും സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു തആല അവന് കൊടുക്കുകയും ചെയ്യും. അതൊക്കെ ഹജ്ജ് സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് തബിആത്താകുന്ന മാനസിക ബാധ്യതകളെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുള്ള കാരണമുണ്ടായത്. യൗമു അറഫ പുണ്യമായ ദിവസമാണ്. ഇന്നഹു യൗമു മഗ്ഫിറത്തു ദുനൂബി വൽ ഇത്ഖു മിനൻ നാർ വൽ മുബാഹാത്തി ബി അഹ്ലിൽ മൗഖിഫ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ തങ്ങൾ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നെ മുബാറക് റളിയല്ലാഹു തആല അൻഹു ജീതു ഇലാ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുലേക്ക് എൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. അഷിയത്ത അറഫ അറഫയുടെ വൈകുന്നേര സമയം. അദ്ദേഹം ഇങ്ങനെ മുട്ടുകെട്ടിയിരിക്കുകയാണ്. വൈനാഹു തദ്രിഫാനി അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫൽതഫത്ത ഇലയ്യ എന്നിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കി. ഫഖുൽതു ലഹു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, മൻ അസ്ഫാ ഹാദൽ ജംഅ ഹാല എന്താണ് അങ്ങ് ഇത്രയധികം ദുഃഖിതനായി കാണാനുള്ള കാരണം? കാല അദ്ദേഹം പറഞ്ഞു, അല്ലദീ യബുന്നു അന്നല്ലാഹ ലാ യഗ്ഫിറു ലഹു മൻ അസ്ഫഉ ഹാദൽ ജംഇ ഹാലൻ ഈ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന വ്യക്തിയിൽ ഏറ്റവും മോശക്കാരനായ ആള് ആരാണെന്ന് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ആരാണവൻ അറിയുമോ? അല്ലദീ ഒരുത്തനാണ് യബുന്നു അയാൾ വിചാരിക്കുന്നുണ്ട് അന്നല്ലാഹ ലാ യഗ്ഫിറു ലഹു അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുകയില്ല എന്ന് വിചാരിച്ച് ഒരുത്തനുണ്ടോ അവനാണ് ഇന്നത്തെ ഏറ്റവും വലിയ മോശക്കാരൻ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഹജ്ജ് പഠിത്തം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതിന് സംശയമുണ്ട്, എനിക്കൊന്നും കൂടി ഹജ്ജ് ചെയ്യാൻ പോകണം. ആ പറച്ചിൽ തന്നെ തെറ്റാണ്. ഒരു ഹജ്ജിന് പോയി കഴിഞ്ഞ് പരിശുദ്ധമായ യൗമ അറഫാത്തിൽ അള്ളാഹുവിനോട് അറഫയുടെ ദിനം അള്ളാഹുവിനോട് ദുആ ചെയ്ത് പാപമോചനം തേടി എന്നിട്ടവൻ വിചാരിക്കുക എന്റെ പാപം അള്ളാഹ് പുറത്തിട്ടുണ്ടോ പുറത്തിട്ടില്ലേ എന്ന് സംശയിക്കാൻ പോലും പാടില്ല എന്നാണ് മഹാന്മാര് പറയുന്നത്. അപ്പൊ അവന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്നാണ് അതിന്റെ അർത്ഥം. സുഫിയാൻ സൗരി റളിയല്ലാഹു പറയുന്നു, ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും മോശക്കാരനായ ആൾ ആരാണ്? അവൻ വിചാരിക്കാണ് അല്ലദീ യദുന്നു അന്നല്ലാഹ ലാ യഗ്ഫിറു ലഹു അവൻ വിചാരിക്കുന്നു അല്ലാഹു തആല അവന് പുറത്തു കൊടുത്തിട്ടില്ല എന്ന് ആരൊരാൾ വിചാരിച്ചിട്ടുണ്ടോ അവനാണ് ഏറ്റവും വലിയ മോശക്കാരൻ എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാര് പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഫീ ഗദാത്തി അറഫ അറഫയുടെ പ്രഭാതത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. വഇന്നാ അൽ മുകബ്ബിറു വമിന്നാ അൽ മുഹല്ലിൽ ഞങ്ങൾ തഹ്ലീൽ ചൊല്ലും, ഞങ്ങൾ തക്ബീർ ചൊല്ലും. തഹ്ലീൽ തക്ബീർ തസ്ബീഹുകൾ ഈ ജാതി ഇബാദത്തുകളാണ് ഈ പുണ്യമായ ദിവസത്തിൽ ദുആ ചെയ്യേണ്ടുന്നതായ ദിക്റുകൾ. അൽ-ഇക്സാറു മിനദ് ദുആ ബിൽ മഗ്ഫിറത്തി വൽ ഇത്ഖി ദുആ യൗമ അറഫ വഖൈറു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 1000 പ്രാവശ്യം ഈ ദിക്റുകൾ ചൊല്ലണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം ഈ അറഫാ ദിവസത്തിന്റെ അന്ന് ഹജ്ജിന് ഒരുമിച്ച് കൂടിയതായ അറഫാത്തിൽ ഒരുമിച്ച് കൂടിയതായ ആളുകളും ഹജ്ജിനേക്ക് പോകാൻ ഭാഗ്യം കിട്ടാത്തതായ ആളുകളും എല്ലാവരും ഈ ദിക്റുകൾ അധികമാക്കണം. അതുപോലെ സദക്ക ഈ പുണ്യമായ ദുൽഹജ്ജിന്റെ ഈ 10 ദിനങ്ങളിലും അതുപോലെ അറഫയുടെ ദിനവുമൊക്കെ ധാരാളം സദക്കകൾ അധികരിപ്പിക്കുക, സദക്കകൾ കൊടുക്കുക. ഈ സദഖത്തു ഫീഹാ അഫ്ളു മിന സദഖത്തി ഫീ റമളാൻ. മഹാന്മാരോട് പറയുന്നു, റമളാൻ മാസത്തിൽ കൊടുക്കുന്ന സദക്കയേക്കാൾ പുണ്യമുള്ളതാണ് ഈ ദിവസങ്ങളിൽ കൊടുക്കുന്നതായ സദക്ക.
وما أكثر حاجات الناس في الأشهر من النفقة والاستعداد للحج وللعيد وطلب الأضحية ونحوها وبالصدقة ينال الإنسان والبر ويضاعف له الأجر. സദഖ നിമിത്തം അവന് ഒരുപാട് പ്രതിഫലങ്ങളാണ് കിട്ടുന്നത്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി അവന് കിട്ടും. അതോടൊപ്പം തന്നെ വയുദില്ലുഹുല്ലാഹു ഫീ ദില്ലിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ നിഴലിൽ അല്ലാഹു തആല അവന്റെ മഹത്തായ അർശിന്റെ ആ നിഴലില്, വേറൊരു നിഴലും അവിടെ ഉണ്ടായില്ല, അങ്ങനത്തെ അർശിന്റെ നിഴൽ നൽകി അല്ലാഹുവിനെ സഹായിക്കും. വയുഫ്തഹു ബിഹാ അബ്വാബുൽ ഖൈരി വയുഗല്ലഖു ബിഹാ അബ്വാബുശ് ശർ വയുഫ്തഹു ബിഹാ അബ്വാബുൽ ഖൈർ, ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹു തആല അവന് തുറന്നു കൊടുക്കും, ഷർറിന്റെ കവാടങ്ങൾ അവന് അടക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പുണ്യമായ ഈ സദഖ കൊണ്ട് ഈ പുണ്യ ദിവസങ്ങളിൽ സദഖ ചെയ്താൽ അവന് കിട്ടുമെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്നു. യൗമ അറഫയുടെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതായ ദിവസം ഇല്ല എന്ന് നമ്മളോട് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് പശ്ചാത്താപത്തിന്റെ മനസ്സോടുകൂടെ ഇനി ഒരിക്കലും തെറ്റിലേക്ക് തിരിച്ചു പോകില്ല, അല്ലാഹ് എന്റെ ദോഷങ്ങളൊക്കെ റബ്ബേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന കരയുന്ന മനസ്സോടുകൂടി അല്ലാഹുവിലേക്ക് അവൻ കൈ ഉയർത്തിക്കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കൈകളെ ഒരിക്കലും തട്ടുകയില്ല. അല്ലാഹു തആല അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസം ഇനി ബാക്കി അവശേഷിക്കുന്നതായ സമയം, ഇവിടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അറഫ ദിവസം നാളെയാണ്. ദുൽഹജ്ജ് 9 എന്നാണോ വരുന്നത് അന്നാണ് അവിടുത്തെ അറഫ ദിനം അന്നാണ് ആചരിക്കേണ്ടത്. ഇന്ന് യൗമുൽ അറഫ മക്കത്ത് അറഫയിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നാട്ടിലുള്ള ആളുകൾ ഇന്ന് നോമ്പ് നോക്കുന്നത് അറഫ നോമ്പ് വിചാരിച്ചുകൊണ്ട് നോമ്പ് നോക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ അറഫയുടെ ആ ദിക്റുകളും മഹാത്മ്യങ്ങളും ഒക്കെ ഇന്നാണല്ലോ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ഇന്ന് ചെയ്താൽ അവർക്ക് ആ കൂലി ലഭിക്കില്ല. എന്നാണോ ആളുകൾക്ക് ദുൽഹജ്ജ് 9 ആകുന്നത്, അത് ദിവസങ്ങൾ വ്യത്യാസപ്പെട്ടു വന്നേക്കാം. സൂര്യാസ്തമാന വ്യത്യാസങ്ങൾ അനുസരിച്ച് നാടുകളിൽ അത് വ്യത്യാസപ്പെട്ടു വരും. അപ്പൊ എന്നാണോ യൗമുൽ അറഫയുടെ 9ാമത്തെ ദിവസം അഥവാ ദുൽഹജ്ജ് 9 ആകുന്നത്, ആ ദിവസമാണ് ഈ പുണ്യമായ ആ ഇബാദത്തുകൾ അവരാചരിക്കേണ്ടത്. അപ്പോഴേ അതിന് കൂലികൾ കിട്ടുകയുള്ളൂ. പുണ്യമായ യൗമുൻ നഹറിന്റെ ആ ദിവസത്തിന്റെ ബഹുമാനം നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിത ചരിത്രവുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ ഹജ്ജിന്റെ എല്ലാ അമലുകളും. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായ പ്രവാചകരാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചു. ആളുകളൊന്നും ആ ക്ഷണം സ്വീകരിക്കാതെ അദ്ദേഹത്തെ തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും അവഗണിക്കുകയാണ്. ആ നമ്രൂദ് എന്ന് പറയുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലെ ഫിർഔനായിരുന്നുവല്ലോ നമ്രൂദ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കരിക്കുവാൻ വേണ്ടി കരിച്ചു കളയണം. തന്റെ ആ ആശയം ഇവിടെ വിളംബരം ചെയ്തുകൊണ്ട് ആളുകളൊക്കെ പിഴപ്പിക്കാൻ നോക്കുകയാണ് അവൻ. ആയതുകൊണ്ട് അവനെ കരിച്ചു കളയണം എന്ന് അവരെല്ലാവരും തീരുമാനിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തെ ധൈര്യസമേതം നേരിടാൻ അദ്ദേഹം തയ്യാറാവുകയാണ്. അങ്ങനെ ഫഅമദൂ ഇലാ ബുന്യാനിൻ ഖദ് ബനൗഹു ലിഇഹ്റാഖി ഇബ്രാഹിം അലൈഹിസ്സലാം ഫഅദറമൂ ഫീഹിൻ നാർ. വലിയൊരു തീക്കുണ്ടാരം തന്നെ അവിടെ സജ്ജമാക്കുകയാണ്. എത്ര വലിയ തീക്കുണ്ടാരമാണെന്നറിയുമോ? ഒരുപാട് ഇബ്രാഹിം അലൈഹിസ്സലാം യസൂഖൂനഹു സുമ്മ അൽഖൂഹു ഫിന്നാർ. കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള പറവകൾ പോലും കരിഞ്ഞു പോകുന്നതായ നിലക്കുള്ള ചൂടാണതിന്. ധാരാളം വിറകുകൾ ആളുകൾ ശേഖരിക്കുകയാണ്. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ധിക്കരിച്ചിരുന്ന ആളുകൾ അതിനെ കത്തിക്കുവാൻ വേണ്ടി, ഇബ്രാഹിം നബി ഇസ്ലാമിനെ കത്തിക്കുവാൻ വേണ്ടിയുള്ള തീക്കുണ്ടാരത്തിലേക്ക് വിറകുകൾ ശേഖരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിച്ചു കളയാൻ വേണ്ടി തന്നെയാണ് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയ തൊട്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആ തീയിലേക്ക്
എടുത്തെറിയുകയാണ്. അത് അവിടെ കൊണ്ടുപോയി വെക്കാൻ കഴിയില്ല. കാരണം അവിടെ അടുത്തേക്ക് പോലും അടുക്കുന്ന ആളുകൾ കരിഞ്ഞു പോകുന്ന നിലക്കുള്ള ചൂട്. അത്രയും വലിയ ചൂടുള്ള തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് തൊടുത്തുവില്ല് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിലേക്ക് എറിയുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് സ്വീകരിച്ചു. താൻ ആ തീയിലേക്ക് ചെന്നാൽ കരിഞ്ഞു പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാലും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അദ്ദേഹം പറയുകയാണ്, ഞാനിപ്പോ തൽക്കാലം തീ കരിയാൻ ഉദ്ദേശിക്കണില്ല. ഈ ആളുകൾ പറയുന്നത് പോലെ ഏകനായ അള്ളാഹുൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിന്നാൽ അവരൊന്നും ചെയ്യില്ല. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തീക്ഷ്ണമായ പരീക്ഷണത്തിന് തന്നെ അതിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു, തയ്യാറായി. അദ്ദേഹം അതിനൊരുങ്ങി. ആളുകൾ അദ്ദേഹത്തെ എടുത്തു. ആ വില്ലുപയോഗിച്ചുകൊണ്ട് തൊടുത്തുവില്ലുപയോഗിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചത്? ഒന്നും അദ്ദേഹത്തിന് സംഭവിച്ചില്ല. അദ്ദേഹം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ദിക്ർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്നഹു ഖാല ഉൽഖിയ ഫിന്നാർ വഖാലഹാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖീല ലഹു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും. ബഹുമാനപ്പെട്ട മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ദിക്ർ ഉപയോഗിച്ചിരുന്നൊരിക്കൽ. ബദ്റുസ് സുഗ്റ എന്ന് പറയുന്ന ഒരു യുദ്ധഘട്ടത്തിൽ ആളുകളൊക്കെ ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനം വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്തുവാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ട് എന്ന വിവരം അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതാണ്. നേരത്ത് അവിടുന്ന് പറഞ്ഞത് എന്താണ്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്കൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല, അള്ളാഹു ഞങ്ങൾക്ക് മതി എന്ന ആ ദിക്ർ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ സംഭവിച്ചത്? ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫളിൻ ലം യംസസുഹും സൂഉ. അവർ പിന്തിരിഞ്ഞു പോയി. ശത്രുക്കളൊക്കെ അവരുടെ സ്വത്തുക്കളൊക്കെ ഉപേക്ഷിച്ച് കടന്നുപോയി. ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫളിൻ. ആ ശത്രുക്കളൊക്കെ കടന്നുപോയപ്പോൾ അവരുടെ സ്വത്തുക്കളൊക്കെ ഗനീമത്തായിട്ട് യുദ്ധം ചെയ്യാതെ ഗനീമത്തുകൾ കിട്ടിയതായ ഒരു യുദ്ധമാണ് ബദ്റുസ് സുഗ്റ എന്ന് പറയുന്ന യുദ്ധം. ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനോടെന്ന് പറഞ്ഞു, ഇങ്ങനെ ആളുകളൊക്കെ അങ്ങയെ വധിക്കുവാൻ വേണ്ടി, അങ്ങനെയും അവിടുത്തെ സംഘത്തെയും ഒക്കെ വധിക്കുവാൻ വേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് അവരെ ഭയപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ മറുപടി എന്താണ്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അള്ളാഹു തആല മതി, അള്ളാഹു എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് ഞാൻ അർപ്പിച്ചു കഴിഞ്ഞു, അള്ളാഹു എനിക്ക് മതി എന്ന ആ ദിക്ർ വലിയ മഹത്തായ ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ. ധാരാളം പതിവാക്കുക. 450 പ്രാവശ്യം ഒരു മനുഷ്യനത് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ മാനസിക ക്ലേശങ്ങളും അവന് ഉണ്ടാവുകയില്ല എന്നും അതുപോലെ തന്നെ സർവ്വ മുസീബത്തുകളിൽ നിന്നും അവന് രക്ഷ കിട്ടുമെന്നും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഷെറും അവനുണ്ടാവുകയില്ല എന്നുമൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ദിക്റുകൾ പതിവാക്കുന്ന ആളുകൾക്ക് ഒരുപാട് വിജയങ്ങൾ, ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, മുസീബത്തുകൾ വരില്ല. അങ്ങനെ സുരക്ഷിതമായ ഒരു ജീവിതത്തിന് ഈ ദിക്ർ ദിവസവും 450 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദിക്റിന്റെ ബഹുമാന നിമിത്തം സുരക്ഷിതമായ ജീവിതം അല്ലാഹു തആല അവന് നൽകും എന്ന് മഹാന്മാർ പറയുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഈ ദിക്റാൻ. അതുകൊണ്ട് തന്നെ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ. ഈ ദിക്ർ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ആളുകൾ അദ്ദേഹത്തെ കരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയായ സന്ദർഭം, അവര് ഈ അദ്ദേഹത്തെ കരിച്ചു കളയാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അദ്ദേഹം ഉച്ചരിച്ചത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്റാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല എന്ന് പറയുന്നു, കലാമുൻ നഫീസുൻ ഫീ ദാലിക ഫഅറാദു അൻ യഗ്ലിബു ഫഗുലിബു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വകവരുത്തുവാൻ വേണ്ടി അവർ ഒരുങ്ങി, പക്ഷെ അവർ പരാജയപ്പെട്ടു. ഫഫാസു ബിൽ ഖസാറത്തി വസ്സഫാൽ ഹാദാ ഫിദ് ദുനിയ വമാ ഫിൽ ആഖിറ ഫഇന്ന നാറഹും ലാ തകൂനു അലൈഹിം ഇന്നഹാ സാഅത്ത് മുസ്തഖറമ മുഖാമ.
ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിക്കാൻ കളഞ്ഞ ആ ആളുകൾക്ക് നാളെ നരകമാകുന്ന ആ തീ കൊണ്ട് അല്ലാഹു തആല അവരെ കരിപ്പിച്ചു കളയും. അതേസമയം ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ തീയിനെ ബർദും വസലാമുമാക്കി അല്ലാഹു തആല മാറ്റുകയാണ്. ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്ർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഒരുപാട് കാലം താമസിക്കുകയാണ്. അവിടെ നിന്ന് ഷാമിലേക്ക് അദ്ദേഹം നാടുവിട്ടു, ബൈത്തുൽ മഖ്ദിസിലേക്ക് എത്തി. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജർ ബീവിയുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അടിമസ്ത്രീയായ ഭാര്യയായ ഹാജർ ബീബി റളിയല്ലാഹു തആല അൻഹയുമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പ്രായമെത്തിയിട്ടാണ് അദ്ദേഹത്തിന് സന്താനമുണ്ടായത്. 80ഓളം വർഷം കാത്തിരുന്ന ശേഷമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താനഭാഗ്യം ലഭിക്കുന്നത്. സാറയാകുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ അവർ പ്രസവിക്കാത്ത ഒരവസ്ഥയായപ്പോൾ ഹാജർ എന്ന് പറയുന്ന അടിമ സ്ത്രീയിലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താനം ജനിക്കുന്നത്. അവങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇസ്മായിൽ എന്ന് പറയുന്ന ആ സന്താനം ജനിച്ചു. അവരെ മക്കയുടെ ആ പ്രദേശത്ത് ആക്കിക്കൊണ്ട് യാതൊരുവിധ പുല്ലു പുഷ്പങ്ങളൊന്നും മുളക്കാത്തതായ ഒരു പ്രദേശം, ഒരു മനുഷ്യനുമില്ല, വിജനമായ പാറകളും പർവ്വതങ്ങളും അതുപോലെ തന്നെ കല്ലുകളും മുള്ളുകളും ഒക്കെ നിറഞ്ഞ ആ വിജന പ്രദേശത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അവിടെ ഉപേക്ഷിച്ചു കൊണ്ട് പോവുകയാണ്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വലൈസ ബി മക്കത്ത യൗമൈദിൻ അഹദ് വലൈസ ബിഹാ മാഅ് വളഅഹുമാ ഹുനാക വളഅ ഇൻദുഹുമാ ജറാബാ ഫീഹി തംറും വസിഖാഉം ഫീഹി മാഅ്. കേവലം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം, ഒരു പാത്രത്തിൽ കുറച്ച് കാരക്കയും വെച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. വഖഫല റാജിയ, അവരെവിടെ ആക്കിയിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഹാജർ ബീവി തന്റെ പിന്നാലെ വരികയാണ്. ചോദിച്ചു, വഖാലത്ത് ലഹു ഇലാ അയ്ന തദ്ഹബ്, അതല്ല എവിടേക്കാ നിങ്ങൾ പോകുന്നത്? വലിമൻ തത്റുകുനാ ഫീ ഹാദൽ വാദി, ഇവിടെ ആരെ ആക്കിക്കൊണ്ടാണ് നിങ്ങൾ പോകുന്നത്? ആരുമില്ലാത്ത ഈ പ്രദേശത്ത് നിങ്ങൾ ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്? അദ്ദേഹം പിന്നെ ചോദിച്ചു, ഹാജർ ബീവി, അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു ആണോ അങ്ങയോട് ഇത് പറഞ്ഞത്? കാല, അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. അല്ലാഹു തആല ഞങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല, അല്ലാഹു സംരക്ഷിച്ചുകൊള്ളും. കഠിനമായ ഈമാനികമായ ആവേശം ആ മഹദിയെയും പിടികൂടുകയാണ്. ഒരിക്കലും അവർ ബേജാറായില്ല. എന്തെങ്കിലും കാലത്ത് رجعت إلى المكان الذي وضعهما إبراهيم فيه مع ولدها حال النساء اليوم فسينقلب البصر إليك وهو حسير إلا من رحم الله تعالى. ഇതേ ആധുനിക കാലത്തെ വനിതകൾ, സ്ത്രീ സമൂഹം ഈ അവസ്ഥ നേരിടേണ്ടി വന്നാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ആലോചിച്ചു നോക്കൂ. ദൃഢമായ വിശ്വാസം, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഈമാനികമായ ആവേശം അദ്ദേഹത്തെ, തന്റെ ആ ഭാര്യയെയും മകനെയും അവിടെ ഉപേക്ഷിച്ചു പോകുന്നതിന് ഒരുവിധ പ്രശ്നവും ഉണ്ടായില്ല. എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചു. നിരന്തരമായ പരീക്ഷണങ്ങൾ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്രയോ കാലം ദുആ ചെയ്തിട്ടാണല്ലോ ഈ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന ആ സന്താനം ലഭിക്കുന്നത്. ആ സന്താനത്തെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. എന്നിട്ട് ഒരവസരത്തിൽ ആ സന്താനം വളർന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കുവാനുള്ള കൽപ്പന അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ആ കൽപ്പനയും അദ്ദേഹം സ്വീകരിക്കുകയാണ്. എത്രയോ വർഷം കാത്തിരുന്നതിന് ശേഷം കിട്ടിയ സന്താനത്തെ അറുത്ത് കളയുവാനുള്ള കൽപ്പന, അതും അദ്ദേഹം ശിരസാ വഹിച്ചു. ഒരിക്കൽ തീയിലേക്ക് എറിയാൻ ഒരുങ്ങിയപ്പോൾ അത് സ്വീകരിച്ച് ധീരമായി നേരിട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ സ്വന്തം പൊന്നോമന മകനെ അറുക്കുവാൻ ഒരിക്കലും ഒരു വിഷമം ഉണ്ടായില്ല. അദ്ദേഹം അതിന് തയ്യാറാവുകയാണ്. പക്ഷേ നേരത്തെ തീ കരിക്കാത്തതുപോലെ തന്നെ ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ പൊന്നോമന മകനെ അറുക്കാൻ ഒരുങ്ങിയപ്പോൾ ആ കത്തി കൊണ്ട് മുറിക്കുവാനും കഴുത്തിൽ മുറിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം കത്തിക്കും അതുപോലെ തന്നെ തീയിനും അത് സദാ ആ ഏതൊരു സമയത്താണോ അത് ഉപയോഗപ്പെടുത്തുന്നത്
അപ്പോൾ അള്ളാഹുവിന്റെ അതിമഹത്തായ ആ കഴിവ് ഉണ്ടായെങ്കിൽ മാത്രമേ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ആ തീക്ഷ്ണമായ ഒരുപാട് പരീക്ഷണങ്ങളെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ടു. അതിലൊക്കെയും പൂർണ്ണമായ അർത്ഥത്തിൽ അദ്ദേഹം വിജയിച്ചു. ആ സ്മരണകളാണ് ഹജ്ജിന്റെ മഹത്തായ സന്ദർഭങ്ങളിൽ നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പുണ്യമായ അറഫയിൽ ഒരുപാട് ആളുകൾ അള്ളാഹുലേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട്, അള്ളാഹുവിന്റെ അതിമഹത്തായ മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ പശ്ചാത്താപം എല്ലാം തേടി അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഹജ്ജിന് പോകാൻ ഈ സമയത്തിന്റെ ഭാഗ്യം ലഭിക്കാതെ നമ്മളും ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലുള്ള അവർക്കൊക്കെ കിട്ടുന്നത് പോലെയുള്ള കൂലി ലഭ്യമാക്കുവാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അള്ളാഹു തആല നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ അസ്തമാനം വരെയും ഒരു മനുഷ്യൻ ഇരുന്ന് അള്ളാഹുവിന്റെ ദിക്റിൽ ഏർപ്പെടുന്നതായ വ്യക്തിക്ക് ഹജ്ജ് ചെയ്തതിന്റെ കൂലിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചു, ഹജ്ജിന് പോകാനുള്ള കഴിവുകളൊന്നും ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കും അവർ വിഷമിക്കേണ്ട കാര്യമില്ല. അവർ ഓരോ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യുന്നതായ കൂലി, ഹജ്ജും ഉംറയും പൂർണ്ണമായ അർത്ഥത്തിൽ ചെയ്യുന്നതായ കൂലി തന്നെ അവന് കിട്ടുമെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ നമുക്ക് ബേജാറാകുന്നത്? ഹജ്ജിന് ഉംറയ്ക്ക് യഥാർത്ഥത്തിൽ അതിനുള്ള കഴിവും സാമ്പത്തിക ശേഷിയുമുള്ള ആളുകൾ അത് പോകൽ നിർബന്ധം തന്നെയാണ്. അതേ സമയത്ത് ദിവസവും ഹജ്ജും ഉംറയും ചെയ്താൽ കിട്ടുന്ന കൂലി ഓരോ മനുഷ്യനും സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ദിക്ർ കൊണ്ടും അതുപോലെ ഖുർആൻ പാരായണം ചെയ്തും തഹ്ലീലുകളും ഇസ്തിഗ്ഫാറുകളും ഒക്കെ ചെയ്ത് അതേ ഇരിപ്പിൽ ഇരുന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെയും ഇരുന്നതിന് ശേഷം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് 20 മിനിറ്റ് ആയി കഴിഞ്ഞാൽ 2 റക്അത്ത് വഹായി നിസ്കരിച്ച് അവൻ വരികയാണെങ്കിൽ, തിരിച്ചു പോവുകയാണെങ്കിൽ അവന് ഹജ്ജ് ഉംറയുടെയും പൂർണ്ണമായ അർത്ഥത്തിലുള്ള കൂലി അവന് കിട്ടും എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മാത്രമല്ല, ഓരോ നിസ്കാരത്തിന്റെ ശേഷവും സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതിപ്പെട്ടതായ സന്ദർഭം നമുക്കറിയാമല്ലോ. അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, സാധുക്കളായ ഞങ്ങൾക്ക് ഒന്നിനും കഴിയില്ല. യുദ്ധത്തിന് പോകാനോ അല്ലെങ്കിൽ പിന്നെ ആളുകൾക്ക് എന്തെങ്കിലും സദഖ ചെയ്യുവാനോ ഒന്നും ഒരു കഴിവുമില്ലാത്ത സാധുക്കളാണ് ഞങ്ങൾക്ക് സാധുക്കളായ ആളുകൾക്ക് സമ്പന്നരായ ആളുകൾ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ സുബ്ഹാനല്ലാഹി 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹി 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ഇതൊക്കെ നിങ്ങൾ ഓരോ നിസ്കാരത്തിന് ശേഷവും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് പോലെ, അവർ സദഖ ചെയ്താൽ കിട്ടുന്നത് പോലെയുള്ളൊരു കൂലി നിങ്ങൾക്കും കിട്ടുമല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ കേവലം ദിക്റുകളെ കൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഹജ്ജ് ഉംറ സിയാറത്തുകൾ ചെയ്തതുപോലെയുള്ള കൂലിയും, അതുപോലെ സമ്പന്നരായ ആളുകളെ സദഖ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നതായ കൂലി പോലുള്ള കൂലികളുമൊക്കെ കേവലം ദിക്റുകളെ കൊണ്ട്, ദിനേന ചെയ്യുന്ന പ്രത്യേകമായ ദിക്റുകളെ കൊണ്ട് കിട്ടുമെന്നാണ് ഈ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. കൂടുതൽ സമയം ഈ അവസരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് തൗഫീഖ് കിട്ടുകയാണെങ്കിൽ ഇനിയും നമുക്ക് സംസാരിക്കാം. ഇവിടെ കൂടുതൽ സംസാരിക്കലും അല്ലെങ്കിൽ കേൾക്കലുമല്ല ഇന്ന് നമുക്ക് വേണ്ടത്. ഇനിയുള്ള സമയം മുഴുവനും ഇസ്തിഗ്ഫാറിലും തഹ്ലീലിലും അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആന്റെ പാരായണത്തിലും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി പൂർണ്ണമായ തൗബകൾ ചെയ്തുകൊണ്ട് ഈ സമയങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തണം. അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ ലോകരക്ഷിതാവായ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന റബ്ബേ, ഞങ്ങളെക്കാൾ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും അറിയുന്ന റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അതാ നിന്റെ മഹളായ ഫള് കൊണ്ട് ജീവിതത്തിൽ യാതൊരുവിധ ക്ലേശങ്ങളും അനുഭവിക്കാതെ, ഒരു നിലക്കുള്ള പരീക്ഷണങ്ങൾക്കും വിധേയമാകാതെ, മാരകമായ ഒരു രോഗത്തിനും അടിമപ്പെടാതെ റഹ്മാനായ റബ്ബെ ആഫിയത്തോടുകൂടി ജീവിക്കുവാൻ, അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടുകൂടി മരിക്കുവാനും റബ്ബെ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മുർ-റഹീമായ റബ്ബെ, ഞങ്ങൾ ചെയ്തതായ ചെറുതും വലുതുമായ
എല്ലാ തിന്മകളും ദോഷങ്ങളും റഹ്മാനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. ഇനി ഒരിക്കലും തെറ്റുകളുടെ ലോകത്തേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥയില്ലാതെ മഹാന്മാരായ അംബിയാ മുർസലുകളും മഹാന്മാരായ സാലിഹീങ്ങളും ഔലിയാക്കളും ഒക്കെ ജീവിച്ചതുപോലെയുള്ള ആ ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്കും റബ്ബേ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ആയിരക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുന്ന യൗമ അറഫയാകുന്ന ഈ ദിനത്തിൽ പടച്ചവനെ സാധുക്കളായ ഞങ്ങളെയും എല്ലാ തെറ്റുകളും പുറത്തുകൊണ്ട് നരകത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുന്ന കൂട്ടരിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിന്റെ അവകാശികളാക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ സാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ നോമ്പെടുത്ത ആളുകളാണ്. എല്ലാ നോമ്പുകളും എല്ലാവരുടെയും നോമ്പുകളെ റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനെ. 2 വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന ദിനമാണല്ലോ ഇന്ന്. പടച്ചവനെ ഞങ്ങളുടെ തിന്മകൾ ഒരിക്കലും തിന്മകളായി അവശേഷിപ്പിച്ച് റബ്ബേ ആഖിറത്തിലേക്ക് ഞങ്ങളെ ഹിസാബിന് വിധേയമാക്കുന്നൊരവസ്ഥ നീ ഉണ്ടാക്കരുതേ റഹ്മാനെ. കഴിഞ്ഞ വർഷവും വരാനിരിക്കുന്ന വർഷത്തെയും ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന ഇത്രയും പുണ്യമായ ദിവസം ഒരു സൂര്യനിരിക്കുന്ന ദിവസത്തിനും ഇല്ലല്ലോ അല്ലാ. ഇതുപോലുള്ള ഈ പുണ്യ ദിവസം ജീവിതത്തിൽ പല തവണയും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. കഴിഞ്ഞ പ്രാവശ്യം യൗമ അറഫയിൽ ഒരുമിച്ച് കൂടിയ പല ആളുകളും ഇന്ന് ബർസഖിയായ ലോകത്ത് അവർ കഴിയുകയാണ്. അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പടച്ചവനെ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ആരൊക്കെയുണ്ടോ, മാതാപിതാക്കൾ, അതുപോലെ തന്നെ മറ്റു ബന്ധുമിത്രാദികളും കൂട്ടുകാരും കുടുംബങ്ങളുമായ പലരും ഇന്ന് 6 അടി മണ്ണിന്റെ ചുവട്ടിലാണ് റബ്ബേ. അവർക്കൊക്കെ ഇനി സുരക്ഷിതമായ സ്വർഗീയ ജീവിതം നൽകണേ റഹ്മാനെ. ഖബറിന്റെ അദാബുകളിൽ നിന്നും ഫിത്തനകളിൽ നിന്നും അവർക്ക് നീ സംരക്ഷണം നൽകണേ തമ്പുരാനെ. റഹ്മാനും റഹീമുമായ റബ്ബേ, അവരൊക്കെ പോയ ബർസഖിയായ ലോകത്തേക്ക് ഞങ്ങളും പോകേണ്ടവരാണ്. ജീവിക്കുന്ന കാലത്തൊക്കെ നല്ല ജീവിതം ജീവിക്കുവാൻ സ്വഭാവ ശുദ്ധീകരണം നടത്തി റഹ്മാനായ റബ്ബേ ഒരു മനുഷ്യനോടും യാതൊരു നിലക്കുള്ള വെറുപ്പും പ്രകടമാക്കാതെ, പടച്ചവനെ ആരെയും ആക്രമിക്കാതെ, ആരുടെയും അക്രമേൽക്കാതെ റഹ്മാനായ റബ്ബേ ആളുകളോടൊക്കെ കാരുണ്യം ചെയ്യുന്ന സ്വഭാവത്തിൽ പടച്ചവനെ നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് ഇനി നൽകണേ റഹ്മാനെ. അർറാഹിമൂന ഇർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ. ആളുകളോട് കാരുണ്യം കാണിക്കുന്നവനാണ് അള്ളാഹുവിന്റെ കരുണയും ലഭിക്കുകയുള്ളൂ. ആയതുകൊണ്ട് റഹ്മാനും റഹീമുമായ റബ്ബിന്റെ ആ കാരുണ്യം ലഭിക്കുവാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണേ തമ്പുരാനെ. ആളുകളോട് ഇടപഴകുമ്പോഴും അതുപോലെ തന്നെ ജനങ്ങൾ ബന്ധപ്പെടുമ്പോഴും ഒക്കെ നല്ല നിലക്ക് റബ്ബേ നീ തൃപ്തിപ്പെടുന്ന സ്വഭാവത്തിൽ ഉള്ളൊരു ജീവിതം ഞങ്ങൾക്ക് ഇനി നൽകണേ റഹ്മാനെ. ക്രൂരമായ സ്വഭാവങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മോശമായ സ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ അൽമലിക്കുൽ ജബ്ബാറായ ലോകരക്ഷിതാവായ അല്ലാഹ്, ഇതുപോലുള്ള യൗമ അറഫ ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ബന്ധുമിത്രാദികളും കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയവരുണ്ട്. അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജ് എന്ന സിയാറത്തുകൾക്ക് വേണ്ടി ആ പുണ്യമായ ഭൂമികളിലേക്ക് എത്തിച്ചേർന്നതായ ആളുകൾ അവരുടെ ഹജ്ജും എംറയും സിയാറത്തും ഒക്കെ പൂർണ്ണമായ നിലക്ക് സ്വീകരിച്ച് അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതരായി എത്തിക്കുവാനുള്ള തൗഫീക്ക് നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ, ജീവിതത്തിൽ പലതവണ ഹജ്ജും എംറയും സിയാറത്തും ഒക്കെ ചെയ്യാൻ അതാ ഞങ്ങൾക്കും നീ തൗഫീക്ക് ചെയ്യണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا منا ولا معنا شقي ولا مطرود ولا مهروما. اللهم احفظنا ولا تفضحنا بين خلقك لا في الدنيا ولا في الآخرة بمحض فضلك وكرمك وجودك ولطفك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.